തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് നടത്തിപ്പിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. പരിപാടിക്കായി LED വാളുകൾ നൽകിയ പിക്സൽ മീഡിയ എന്ന സ്ഥാപനമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കരാർ പ്രകാരം നൽകാനുള്ള 77 ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് ഹർജി. സർക്കാരിന് പുറമെ സംഘാടകരായ അമീസിയവും ശാസ്ത്ര സാങ്കേതിക കൗൺസിലും എതിർകക്ഷികളാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായി LED വാളുകൾ ഉൾപ്പെടെ നൽകിയ പിക്സൽ മീഡിയ സ്ഥാപനമാണ് പണം നൽകാതെ വന്നതോടെ പ്രതിസന്ധിയിലായത്. അമ്യൂസിയം ആർട്ട് സയൻസുമായുള്ള കരാർ പ്രകാരം പിക്സൽ മീഡിയയ്ക്ക് നൽകേണ്ടത് 82,89,723 രൂപ. ഇതിൽ 5 ലക്ഷം അഡ്വാൻസായി നൽകി. ബാക്കി തുകയായി ഇനി കിട്ടാനുള്ളത് 77,89,723 രൂപ. സംഘാടകർ പണം നൽകാതെ വന്നതോടെയാണ് സ്ഥാപനം ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിനും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിനും അമ്യൂസിയം ആർട്ട് സയൻസിനുമെതിരെയാണ് റിട്ട് ഹർജി. കേസ് ജൂൺ 11 പരിഗണിക്കും. അതേസമയം ഫെസ്റ്റിനായി ജോലി ചെയ്ത വോളണ്ടിയേഴ്സിനും ഇന്റേണുകൾക്കും പണം നൽകിയില്ല. 849 പേർക്കായി നൽകാനുള്ളത് 17,33,598 രൂപ. പണം കാത്ത് കഴിയുന്നതിലേറെയും വിദ്യാർത്ഥികൾ. ഇങ്ങനെ പൈസ തരില്ല എന്നുള്ളൊരു ഇതൊരിക്കലും നമ്മൾ തോന്നിയിട്ടില്ലായിരുന്നു നമുക്കവിടെ. ഇത് നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ആണ്, ഞാനും ഇവനും 4th ഇയർ സ്റ്റുഡൻസ് ആണ് SCTയിൽ. അപ്പം നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ മൊത്തത്തിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കോൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടനെ ന്യായമൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിവാക്കാൻ നോക്കുകയായിരുന്നു. അപ്പം നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്തു. അതായത് അവരുടെ ഫണ്ടിന് ഇഷ്യൂ ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ അത് എന്തെങ്കിലും സോൾവ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതൊരിക്കലും മാറിയില്ല. മാറുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് ഇന്ന സമയത്ത് കിട്ടത്തില്ല അങ്ങനെ പറയാനുള്ളൊരു മര്യാദ പോലും അവർ കാണിച്ചിട്ടില്ല. പണത്തിനായി കയറിയിറങ്ങി മടുത്തവരാണ് ഒടുവിൽ കോടതിയെ സമീപിച്ചത്. കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ് തോന്നക്കലിലെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ്. അഭിമാനമായി ഉയർത്തിക്കാട്ടാവുന്ന പദ്ധതിയെയാണ് പരാതി പ്രളയത്തിൽ മുക്കിയത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.